ഹലോ, എല്ലാവർക്കും ആംബിക്കോണിൻ്റെ പോസിറ്റീവ് ലൈഫിലേക്ക് സ്വാഗതം. കുറേ നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. ഞാൻ മണി മേക്കിങ്ങിൻ്റെ പിന്നാലെ, പഠിത്തത്തിൻ്റെ പിന്നാലെ, ക്ലയൻസ്, വർക്ക്, ആഡ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതുകൊണ്ട് ഇവിടെ എത്താൻ പറ്റിയില്ല. ഇത് എൻ്റെ ഒരു മണി മേക്കിംഗ് പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു മേഖലയല്ല യൂട്യൂബ് ചാനൽ എന്നുള്ളതുകൊണ്ട് ഇതിലേക്ക് എന്തുകൊണ്ടോ എനിക്ക് എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബട്ട് ഇന്ന് ഞാൻ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് വന്നത്. അത് കുറച്ച് ചിലപ്പം ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 2 പാർട്ട് ഉണ്ടാവുമായിരിക്കും. ചിലപ്പം ഞാൻ പറയുമ്പം ചുരുങ്ങിയിട്ട് അങ്ങനെ അങ്ങോട്ട് സെറ്റ് ആവുമായിരിക്കും. ഐ ഡോണ്ട് നോ. ലെറ്റ് സ്റ്റാർട്ട്. ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് മണി മേക്കിംഗ് എന്ന ആർട്ടിലൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് സ്പിരിച്വലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ എൻ്റെ സെർച്ച് ഹിസ്റ്ററിയിൽ എങ്ങനെ മണി മേക്ക് ചെയ്യാം, എങ്ങനെ SIP ചെയ്യാം, എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ക്രിപ്റ്റോ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണുള്ളത്. അല്ലെങ്കിൽ സംതിങ് റിലേറ്റഡ് ടു സൈക്കോളജി. അപ്പം സ്പിരിച്വൽ എന്ന് പറഞ്ഞത് എല്ലാം ഒരേ സ്പിരിച്വാലിറ്റിയുടെ വഴികളെല്ലാം സെയിം ആയിക്കണമെന്നില്ല. അപ്പം എൻ്റെ ഇപ്പോഴത്തെ സ്പിരിച്വാലിറ്റി ഞാൻ അറ്റൈൻ ചെയ്തത് മണിയിലൂടെയാണ്. ഞാൻ ഭയങ്കര ഫോക്കസ്ഡ് ആണ് ആ കാര്യത്തിൽ. അത് എനിക്ക് തരുന്ന ഒരു സെൽഫ് വർത്തും കോൺഫിഡൻസും ഒക്കെ ഹയറാണ്. അപ്പം ഞാനപ്പോൾ അതിൻ്റെ പിന്നാലെയാണ്. അപ്പം അതിനിടയ്ക്ക് കുംഭമേള ഇങ്ങനെ 144 ഇയേഴ്സിൽ നടക്കുന്ന ഒരു സംഭവം, ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ബോധേഡല്ലായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറി നോക്കുന്ന സമയത്തൊക്കെ അഘോരികൾ, പാട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ബട്ട് ഞാൻ പൂർണ്ണമായിട്ടും സീറോ അവെയർ ഓഫ് കുംഭമേള എന്നൊക്കെ കേട്ടു. പക്ഷെ എന്താണെന്നും എന്തിനാണെന്നും ഞാൻ അവിടെ പോകുമെന്ന് പോലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ബട്ട് ഞാൻ പോയി. എന്നെ ആരോ വിളിച്ചു കൊണ്ടുപോയി. അത്രേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഞാൻ വിചാരിതമായിട്ട് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി എൻ്റെ അടുത്ത് വന്നു വെച്ചിട്ടു, ഞാൻ കുംഭമേളയ്ക്ക് പോയാലോ. ഞാൻ എന്ത് കുംഭമേള, എന്താ സംഭവം അത്? അപ്പോൾ പറഞ്ഞു ഉത്തർപ്രദേശിലാണ്. അപ്പം ഞാൻ വെച്ചു ഓക്കെ, ഉത്തർപ്രദേശ് സെറ്റ്, അഘോരികളെ കാണാം, കാശ് പിടിക്കാം, അങ്ങനെയൊക്കെയുള്ളൊരു. പിന്നെ ഒരു യാത്ര, അതിൽ കൂടുതൽ വളരെ സീരിയസ് ആയിട്ട് ഇൻഡൾജ് ആയിട്ടൊന്നും ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ആലോചിച്ചിട്ടേ ഇല്ലായിരുന്നു. ബട്ട് നമ്മൾ നോക്കിയ ഉടനെ ടിക്കറ്റ് കിട്ടാനുണ്ടായിരുന്നില്ല, അതില്ല ഇതില്ല, നമ്മൾ എത്രയോ 40 കിലോമീറ്റേഴ്സ് നടക്കേണ്ടി വരും എന്നൊക്കെയുള്ള ഒരു റൂമേഴ്സൊക്കെ പ്രചരിക്കുന്ന ഒരു സമയമായിരുന്നു ഭയങ്കരമായിട്ട്. സോ വാട്ട് വി തോട്ട് ഇസ് പോവണ്ട എന്നുള്ളൊരു തോട്ടിലേക്ക് എത്തും എന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്തോ എനിക്ക് നടക്കാനൊക്കെ പൊതുവേ മടിയാണ്. ബട്ട് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ടിക്കറ്റ് എടുത്തോ, ഉണ്ടെങ്കിൽ പോവാമെന്ന്. അപ്പം പൈസ എത്ര വേണ്ടി വരും, കുറച്ച് ഹെവി ആയിരിക്കും, ബഡ്ജറ്റ് ഹെവി ആയിരിക്കും. ഐ സെറ്റ് നോ ഇഷ്യൂ, വി വിൽ ഗോ. എനിക്കതിപ്പോൾ പറയാൻ പറ്റുന്നുണ്ട്, മണി എത്രയാണെങ്കിലും എനിക്കത് ചെയ്യാൻ പറ്റുന്നു. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അപ്പം പുള്ളിക്കാരി നോക്കിയപ്പോൾ ടിക്കറ്റ് കിട്ടി. അപ്പം വാരാണസിക്ക് നോക്കിയപ്പോൾ വാരാണസിക്കും ടിക്കറ്റ് കിട്ടി. അപ്പം നമ്മൾ ഫുൾ പ്രിപ്പയർഡായിട്ട് ഇവിടെ നിന്ന് ഡേറ്റ് ഫിക്സ് ചെയ്തു, പോകുന്നു. ഈ പോകുന്നതിൻ്റെ തലേന്ന് തൊട്ട് എൻ്റെ ലൈഫിൽ യൂഷ്വലി ഞാൻ ഫസ്റ്റ് മൂവീൻ്റെ പകുതിയിൽ നിന്നാണ് ഇറങ്ങിപ്പോകുന്നത്. ബിക്കോസ് എൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യാണ്ടായപ്പോൾ എനിക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റണില്ല, അമ്മയില്ലാതെ. അപ്പം എനിക്ക് അമ്മേനെ കാണണം, അമ്മയുടെ അടുത്ത് ഞാൻ വേണം. അമ്മയ്ക്ക് പെട്ടെന്നൊരു മുഴ വന്നു. പിന്നെ നമ്മളെല്ലാവരും പേടിച്ചു, എന്തോ ഇഷ്യൂസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ആ സ്പോട്ടിൽ അവിടെ നിന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഇറങ്ങി വരിക ചെയ്തത് സെറ്റിൽ നിന്ന്. അപ്പം എനിക്കത് എൻ്റെ ഫസ്റ്റ് മൂവി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇതും അങ്ങനെ തന്നെ പെട്ടെന്ന് അമ്മയ്ക്ക് ചിക്കൻ ബോക്സ് പോലെ മേൽ നിറയെ വന്നു. ബട്ട് എന്തോ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ്. ഇപ്പം എൻ്റെ അടുത്ത് അപ്പുറത്തോട്ടിൽ ചേച്ചി ചോദിച്ചു ഞാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണോ, ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ വളരെ ഒന്നും കിട്ടലുണ്ടാവില്ല എന്നൊക്കെ. ഐ സെഡ് നോ, ടൈം ഉണ്ടല്ലോ, ഐ വിൽ ഡു സബ്ലിമിനൽ തെറാപ്പി എന്ന്. അങ്ങനെ ഞാൻ സബ്ലിമിനൽ തെറാപ്പി കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് പുറമേയുള്ള എല്ലാം ഉണക്കം കാണിച്ചെങ്കിലും ഉള്ളിലുള്ള പെയിന് മാറുന്നുണ്ടായിരുന്നില്ല. സോ യൂഷ്വലി ഞാൻ ഏറ്റവും കൂടുതൽ തട്ടി വീഴുന്ന ഒരു സ്ഥലം എനിക്ക് അമ്മയാണ്. ഞാൻ എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരും, ഞാൻ എന്നിട്ട് അത് നിർത്തും, തിരിച്ചു വരും, അമ്മയുടെ അടുത്തേക്ക് വരും. ദിസ് ടൈം ഐ ടോൾഡ് അമ്മ എപ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്, ഐ ഡോണ്ട് നോ വൈ, ബട്ട് ദിസ് ടൈം ഐ വിൽ ഡു. എനിക്ക് പോകണം, ഞാൻ പോവും, എന്ത് സംഭവിച്ചാലും ശരി ഞാൻ പോവും എന്ന്. അമ്മ എൻ്റെ കൂടെയാണുള്ളത്, എനിക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്, എല്ലാം എനിക്കറിയാം. പക്ഷേ അതൊരു സ്ട്രോങ് ഡിസിഷൻ. അത്
എനിക്ക് തോന്നുന്നു അത്രയ്ക്കൊരു ഡിറ്റാച്ച്മെൻറ്റ് എനിക്ക് മറ്റെന്തിനോടും കുറച്ച് ഒരു പക്ഷേ ഡിറ്റാച്ച്ഡായിട്ട് നിൽക്കാൻ പറ്റും. പക്ഷേ അമ്മയുടെ കാര്യത്തിൽ ഞാൻ പതറി വീണു. ആ ഒരു സ്ഥലത്ത് നിന്ന് ആ ഒരു അവസ്ഥയിൽ അമ്മ ക്രൈയിങ് മോഡിൽ നിൽക്കുന്ന ഒരു അമ്മേനെ ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റി. ഞാൻ പോയി. അത് തന്നെ ഒരു വലിയ ഒരു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് ആയിട്ട് അത് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എനിക്ക് അമ്മയ്ക്കൊരു സഫറിങ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മറ്റൊന്നിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അത്രയും ടൈഡായിരുന്നു. ആ ടൈ എനിക്ക് ലൂസായി എന്ന് എനിക്ക് മനസ്സിലായി ഫസ്റ്റ്. അപ്പം ഞാൻ മനസ്സിലാക്കി എല്ലാ തവണയും യൂണിവേഴ്സ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നിരുന്നത് എൻ്റെ ഈ ടൈ ലൂസ് ചെയ്യുക എന്നുള്ളതാണെന്നുള്ളത്. പക്ഷേ കുറേ ലേറ്റായി അത് മനസ്സിലാക്കാൻ. പോയി വന്നിട്ട് വരുമ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നത് ഇതായിരുന്നു റീസൺ എന്നുള്ളത്. ഇപ്പം അമ്മ ഓക്കെയാണ്, ഞാനും ഓക്കെയാണ്. ഇപ്പം ഞാൻ ഡിറ്റാച്ച്ഡാണ്, അത് ഞാൻ മനസ്സിലാക്കുന്നു. ഐ എം സോ ഹാപ്പി. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ അവിടെ എത്തിയപ്പം എല്ലാ ട്രെയിൻസും ക്യാൻസൽ ചെയ്തു ബിക്കോസ് ഓഫ് ദ സ്റ്റാപ്പേഡ്. തല ദിവസം ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ. ഞാൻ പോകുന്നത് വാസന്ത പഞ്ചമിക്കാണ്. നമ്മൾ അറിഞ്ഞില്ല, ഞാൻ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത്. ഇറ്റ്സ് തോട്ട് ഓഫ് ന്യൂ ബിഗിനിങ്. അതും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഇതായിരുന്നു. പിന്നെ ഞങ്ങൾ പോകുന്ന സമയത്ത് ട്രെയിൻസൊക്കെ ക്യാൻസൽ ആയതുകൊണ്ട് തന്നെ താങ്ക് ഗോഡ് ക്രൗഡ് ഭയങ്കര കുറവായിരുന്നു. നമ്മളെന്തായാലും തീരുമാനിച്ചിരുന്നു നമ്മൾ എങ്ങനെയെങ്കിലും അവിടെ എത്തും എന്നുള്ളത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പാരലായിട്ടൊരു ബസ് എടുത്തു നമ്മൾ പോവുകയാണ് ചെയ്തത്. സോ നമ്മൾ അവിടെ എത്തി നടന്നു പോകണമെന്ന് പറഞ്ഞ് കുറേ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ബൈക്ക് സർവീസ് കിട്ടി. നമ്മൾ റൂമിലെത്തി. പക്ഷെ ഞാൻ ആ സമയത്തൊക്കെ എന്തുകൊണ്ട് ഇതൊക്കെ ക്യാൻസലായി എന്ന് അറിഞ്ഞപ്പം ചേച്ചിക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. ഈ കുംഭമേളയ്ക്ക് പോകുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. ഞാൻ ഉറപ്പിച്ച് ഇവിടെ നിന്ന് എല്ലാവരും പോവണ്ട, നിങ്ങൾക്ക് തമ്മിൽ കാണാതായി പോകും എന്നൊക്കെ പറഞ്ഞ സമയത്തൊക്കെ ഞാൻ പറഞ്ഞു, നോ, നത്തിങ് വിൽ ഹാപ്പൻ, ആരും ഉണ്ടാവില്ല, ഞാൻ പോയിട്ട് വരും. അത്ര എനിക്ക് കോൺഫിഡൻസ് ആയിരുന്നു. അതുപോലെ തന്നെയായിരുന്നു. നമുക്ക് അവിടെ ആളുകൾ വളരെ കുറവായിരുന്നു. ഞങ്ങൾ 1.5 കിലോമീറ്റർ തികച്ച് നടന്നിട്ടുണ്ടാവുമായിരിക്കും. അതിൻ്റെ ലോഞ്ച്, അതിന് പുറത്തുള്ള കവാടത്തു നിന്ന് ഉള്ളിൽ നമ്മളൊരു ഗട്ട് തിരഞ്ഞെടുക്കണ വരെയുള്ളൊരു യാത്ര. നമ്മൾ ഫസ്റ്റ് ഒരു ഗട്ടിൽ പോയ സമയത്ത് അവിടെ വെള്ളം ഒഴുക്ക് കുറവ് പോലെ ഫീൽ ചെയ്തു. അപ്പം നമ്മൾ അടുത്ത കുറേ ഗട്ട്സ് ഉണ്ട്. ആ ഗട്ടിലേക്ക് ഞങ്ങളുടെ കൂടെ വന്ന ചേട്ടൻ പെട്ടെന്ന് അങ്ങോട്ട് കയറി. അപ്പം തൊട്ടടുത്തിരിക്കുന്ന ആൾ നമ്മളെ ബാൻ ചെയ്തു, അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, ഇപ്പം അവിടെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ കൂടെയുള്ള ആൾ കുറേ മുന്നിലെത്തിപ്പോയി. അപ്പം നമ്മളത് റിക്വസ്റ്റ് ചെയ്തിട്ട് അവരുടെ അടുത്ത ഉള്ളിലേക്ക് പോയിട്ട് അവരെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കയറി ഞങ്ങൾ. പിന്നെ കുളിച്ചിട്ടാണ് കയറിയത്. സോ വി ഓൺലി 3 ഓഫ് ദം ആ ഒരു ഗട്ടിൽ. സോ ഇറ്റ് വാസ് വെരി പ്ലസൻറ്റ്. ഞാൻ ഒറ്റയ്ക്കാണ് തൊഴുത് കുളിച്ച് കയറി. എൻ്റെ ഭയങ്കര നീറ്റായിട്ട് ക്ലീനായിട്ട് എനിക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ട് പോകുന്ന സമയത്ത് ആരോ ഒരു ക്യാപ്പ് ഫ്രീ ആയിട്ട് വന്നു. അപ്പം വെയിലൊന്നും അറിഞ്ഞില്ല. പിന്നെ ഉള്ള പേടി ഫീവർ വരുമോ, കാരണം ഞാൻ അത്രയും നേരം വെള്ളത്തിൽ, എനിക്ക് തോന്നുന്നൊരു ഒരു കുറച്ചധികം നേരം വെള്ളത്തിൽ കിടന്നിട്ടുണ്ട്. ബട്ട് ഒന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് ഇതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്തിപ്പെടണം എന്ന് നിയോഗമുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ എത്തിപ്പെടും. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേ പോലും എങ്ങനെയെങ്കിലുമൊക്കെ സംഭവിക്കും. നമ്മളിലേക്ക് വന്നു ചേരേണ്ടതെല്ലാം നമ്മളിലേക്ക് വന്നു ചേരും. ഞാൻ എപ്പോഴും വളരെ സ്പിരിച്വൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പ്ലേസിൽ നിന്ന് ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ തെറ്റിയിട്ട് അങ്ങോട്ട് പോകും. ആ സമയത്ത് കറക്റ്റ് ഒരു ഹോൾഡ് ബാക്കും കറക്റ്റ് ഒരു പ്രോപ്പർ പ്ലേസിലേക്ക് എന്നെ അലൈൻ ചെയ്യലും ഒക്കെ ആ പോകുന്ന സമയത്താണ്. ഞാൻ കുറച്ച് നാളായിട്ട് ഈ ട്വിൻ ഫ്ലെയിം ജേർണി എന്നുള്ള ആ തോട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പ്രോസസ്സ്, ഞാൻ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെന്നുള്ളതിനെ കുറിച്ചൊന്നും ഐ വാസ് നെവർ എവർ കൺസേൺഡ്. പക്ഷേ പോകുന്ന യാത്രയിൽ മുഴുവൻ എനിക്ക് പല രീതിയിൽ എന്നെ ഹോണ്ട് ചെയ്യായിരുന്നു. എന്നെ തിരിച്ച് ഈ പുഷ് ബാക്ക് ചെയ്ത് ഇങ്ങനത്തെ ഒരു വീഡിയോ എന്നെ എടുക്കാൻ പ്രേരിപ്പിച്ചത് പോലും അതായിരിക്കും. എന്നെ ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ സമ്മതിക്കാത്ത ഒരു ശക്തി പുറത്തുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനിപ്പോൾ അതിന് സറണ്ടറിങ് മോഡലാണ് ആക്ച്വലി. വളരെ സറണ്ടർ ആയിട്ടുള്ള, ഞാൻ എപ്പോഴും അതെ, ഇതിൽ നിൽക്കുമ്പം ഞാൻ അങ്ങോട്ട് തെറിച്ചു പോയിട്ട് കുറച്ച് കാലം കംപ്ലീറ്റ് ആയിട്ട് ഇതിന്നൊക്കെ വാനിഷായി. ഐ വിൽ ഫോക്കസ് ഓൺ സംതിങ് വിച്ച് ഐ അറ്റൈൻ ചെയ്യുന്ന ഒരവസരത്തിൽ, അല്ലെങ്കിൽ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ എനിക്കൊരു റീകോളിങ്, ഒരു പുഷിങ് ഇങ്ങോട്ടേക്ക് എപ്പോഴും ഉണ്ടാവുക എന്നുള്ളത്, ഈ ഒരു ജേണി അങ്ങനെയാണെന്ന് തോന്നുന്നു. അതെനിക്ക് പറയണമെന്ന് തോന്നി. ഞാൻ ഉടനീളം രാധാകൃഷ്ണ സങ്കല്പം എവിടെയൊക്കെയോ വെച്ചിട്ട് ഞാൻ രാധയാണ് എന്നുള്ളൊരു തോന്നൽ. എസ്പെഷ്യലി വി വെൻ ടു നമ്മൾ ഇവിടെ ഇത് വരയ്ക്കാനിരുന്ന സമയത്ത്
ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഒരു തൃശ്ശൂലം വരയ്ക്കാൻ ആണ് പറഞ്ഞത്. അവിടെ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് കൊടുത്തപ്പം ആള് യു ലുക്ക് ലൈക്ക് രാധ എന്ന് പറഞ്ഞിട്ട് ഈ സൈഡിലും രാധ എന്നുള്ള ഒരു സംഭവം രാധേ രാധേ എന്ന് അടിച്ചു തന്നു. അതൊരു വല്ലാത്ത മൊമെൻ്റ് എനിക്ക്. പിന്നെ പല അമ്പലങ്ങളിൽ പോകുമ്പം ഇറ്റ് വാസ് സോ റിസംബ്ലിങ് എന്തൊക്കെയോ ഒരു ഫാക്ടേഴ്സ്. ഞാൻ രാധയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ബട്ട് ആ ഒരു ജേണി, ആ ടിൻ ഫ്ലെയിം സങ്കല്പം, എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്, അതിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരാൻ എൻ്റെ കൃഷ്ണൻ എവിടെ ഫുള്ള് ആ സമയത്ത് മുഴുവൻ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് വേർ ഈസ് മൈ കൃഷ്ണ. അതിലേറ്റവും എനിക്ക് എടുത്തു പറയേണ്ടത്, ഞങ്ങൾ വാരാണസിക്കുള്ളൊരു യാത്രയിൽ നമ്മൾ ട്രെയിനിൽ കയറി. അവിടെ ഞങ്ങൾക്ക് RAC ആയിരുന്നു കിട്ടിയിരുന്നത്, ഞാനും ചേച്ചിയും ഒരു ഇതിൽ. അപ്പം നമ്മളിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യായിരുന്നു ആരെങ്കിലും ഹെൽപ്പ് ചെയ്യും, എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ. ബട്ട് ഒരു ഫാമിലി കയറി, 2 കുട്ടികളിലെ. അപ്പം കണ്ണ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ പേര് കണ്ണ, ഒരു കുട്ടിയുടെ പേര് ഐ ഫോർഗോട്ട്. കണ്ണനെ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. സംതിങ് റിലേറ്റഡ് ടു വിഷ്ണു ഇറ്റ് സെൽഫ്. ഈ കണ്ണ വാസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു മീ. He was looking at my eyes and I don't know what he was talking and all because it was Hindi, which is completely Chinese to me. അപ്പം എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ബട്ട് അവസാനം ഏറ്റവും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു അത്. ആ യാത്ര അവനോട് സംസാരിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവൻ പറയണത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ബട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് അങ്ങനെ അവിടത്തേക്കുള്ള യാത്രയിൽ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് സംസാരിച്ചു തുടങ്ങിയത് കണ്ണനോടാണ്. അതും ഒരു നിയോഗം പോലെ. പിന്നെ ഈ പറഞ്ഞ വാരാണസിക്കുള്ള യാത്ര, അത് കുറച്ച് ടഫായിരുന്നു. എനിക്ക് ഭയങ്കര ടഫായിട്ട് ഫീൽ ചെയ്തു. ജീവിതത്തിൽ ഇങ്ങനെ ആഗ്രഹിച്ചൊക്കെ നേടുക എന്ന് പറയുന്നില്ലേ, ആ ഒരു വിഷ് കം ട്രൂ എന്നൊക്കെയുള്ളൊരു മൊമെൻറ്റ് അത് പല സമയത്തും ഉണ്ടായി. പോകുന്ന സമയത്ത് നമുക്ക് മോർണിംഗിൽ ട്രെയിൻ വിച്ച് വാസ് AC, നമ്മൾ 2.5 hours ആയിരുന്നു ജേർണി ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോഴും ഞങ്ങൾക്ക് RAC ആയിരുന്നു. സോ വി മാനേജ് ടു ഗെറ്റ് ഒരു ഉറങ്ങാനുള്ള പ്ലേസ്, ഒരു ഫാമിലി, അതിലൊരു കുട്ടികളുണ്ടായിരുന്നു. അപ്പം കുട്ടികളുള്ളതുകൊണ്ട് കുറേ സ്ഥലങ്ങളിലായിട്ട് കുറേ സീറ്റ്സ് ഉണ്ടായിരുന്നു അവർക്ക്. അപ്പം ഒരു സീറ്റ്സ് നമുക്ക് അവർ തന്നു. അതും വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ജേണി ആയിരുന്നു. നമ്മളിങ്ങനെ ആലോചിക്കായിരുന്നു നമ്മളെങ്ങനെയാണ് ഈ ഒരു സീറ്റിൽ ഇത്രയും ദൂരം, അതും എത്രയോ നടന്ന് തളർന്നിരുന്നു. ആ യാത്ര മുഴുവൻ ടഫായിരുന്നു. പിന്നെ അവിടെ നിങ്ങോട്ടുള്ള യാത്ര വിച്ച് വാസ് വെരി ഈസി. എല്ലാം ഭയങ്കര ഗോഡ് ഗ്രേസിൽ നടന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ജേണിയിൽ ഇപ്പം എന്തൊക്കെയൊക്കെയോ എനിക്ക് ഇനിയും ചെയ്യാൻ ബാക്കി ഇരിപ്പുണ്ട്. സോ ഐ വിൽ ബി ഹിയർ വിത്ത് യു. പക്ഷേ ഒരു ഉറപ്പില്ല എത്ര കാലം, എങ്ങനെ, എപ്പോൾ ഞാൻ ഇടും. ബട്ട് ഐ വിൽ മേക്ക് ഷുവർ എങ്ങനെയെങ്കിലും ഐ വിൽ ബി ഇൻ ടച്ച് വിത്ത് യു ഗൈസ്. അറിഞ്ഞൂടാ, പലരും ഞാനിപ്പോൾ നിർത്തിയിട്ട് ഇപ്പോൾ ഒരു 6-7 മാസമായി. പക്ഷേ എനിക്ക് ഒരു ദിവസം ഈ ഒരു ലാസ്റ്റ് ജാനുവരിയിൽ ആണ് എനിക്ക് ആളുകൾ ആവാതെ ഇരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതുവരയ്ക്കും എനിക്ക് ഫുൾ ഓഫ് കോൾസ് ആയിരുന്നു. പിന്നെ ഈ ഫെബ്രുവരിയിലാണ് വീണ്ടും, അതായത് വെരി നെക്സ്റ്റ് ഡേ ആഫ്റ്റർ ഐ വിസിറ്റ് കാശി, ദെൻ ആണ് വീണ്ടും എനിക്ക് ആളുകൾ എന്നെ കണക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അതുവരെ ഒരു കട്ട് ഓഫ് പീരീഡ് ഉണ്ടായിരുന്നു എനിക്ക്. അതായത് ജാനുവരിയിൽ എനിക്ക് ഒരു തരത്തിലുള്ള ക്ലയൻസും ഉണ്ടായിരുന്നില്ല. യൂട്യൂബിൽ നിന്ന് ആരും വിളിക്കുന്നുണ്ടായിരുന്നില്ല. സോ ആക്ച്വലി ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് പീസ് ടു മീ സംടൈംസ്. ഞാൻ വിചാരിക്കും എന്തിനാണ് അങ്ങനെ, അവരവരുടെ സ്വന്തം ജീവിതം അവർ കണ്ടുപിടിക്കട്ടെ, അവർ ചെയ്യട്ടെ എന്നൊക്കെ. ബട്ട് ചിലർ വിളിക്കുമ്പം ശരിക്കും തോന്നും വേർത്തിയായി അവരോട് സംസാരിച്ചത്. അവരുടെ കുറേ തോട്ട്സ്, ആ ഒരു പ്രോസസ്സ്, അവരുടെ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ അവർക്ക് തന്നെ മാറ്റാൻ വേണ്ടി ഞാൻ ഒരു ടൂളായി എന്നൊക്കെ എനിക്ക് മനസ്സിലാവാറുണ്ട് പലപ്പോഴും. ആൻഡ് ടാരറ്റ് കാർഡ് ചിലർക്ക് ഇപ്പം ഞാൻ റീഡ് ചെയ്ത് കൊടുക്കാറുണ്ട്.
പക്ഷെ ഞാൻ അവരോട് 100 തവണ പറയും ടാരറ്റ് കാർഡ് ചെയ്യരുത്, ടാരറ്റ് കാർഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്, ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സത്യമേ പറയുള്ളൂ, ഒരു തരത്തിലുള്ള കള്ളവും എൻ്റെ അടുത്ത് പ്രതീക്ഷിക്കേണ്ട, ഒരു തരത്തിലുള്ള മാനിപ്പുലേഷൻസും ഉണ്ടാവില്ല. ചിലപ്പം ഇഫ് ഐ സോ ദാറ്റ് യു ആർ ഗോയിങ് ടു ഡെഡ് ഐ വിൽ സേ ഇറ്റ് പ്രോപ്പർലി. അതുകൊണ്ട് ഇത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ഞാൻ 100 തവണ പറഞ്ഞിട്ടും അവർ ഓക്കെ ആവാത്ത ആളുകൾക്ക് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ആൻഡ് ദാറ്റ്സ് ഓൾസോ ഒരു പോസിറ്റീവ് സൈൻ പോലെയാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഞാനിപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന പല കാര്യങ്ങളിലും കിട്ടാത്ത ക്ലാരിറ്റി അവരതിൽ നിന്നൂടെ അച്ചീവ് ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ആൻഡ് ഇതാണ് എനിക്ക് പറയാനുള്ളത്. കുംഭമേളയിൽ ഇനിയും 25-ാം തീയതി വരെ ഉണ്ട്. പോകാൻ പറ്റുന്ന ആൾക്കാരൊക്കെ പോവുക. വിച്ച് ഇസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസും ആണ്. യാ ബോത്ത് ഐ എം സോ ഹാപ്പി. അപ്പം യെസ്, ഞാൻ വീണ്ടും യൂട്യൂബ് വീഡിയോസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആൻഡ് കുറച്ച് ഡൗട്ട്സ് കോമൺ ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഡൗട്ട്സിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഐ ഹോപ്പ് ഇന്ന് ഈ വീഡിയോ പോയിട്ട് നെക്സ്റ്റ് ടൈം എനിക്ക് ഈ വീഡിയോ പോലെ ഇങ്ങനത്തെ തന്നെ വീഡിയോ ചെയ്യാൻ സാധിക്കട്ടെ. ഐ വണ്ടർ ഇഫ് ഐ ക്യാൻ ഡു സോ. താങ്ക് യു.